ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം സെല്ലോ ടേപ്പോ ഗ്ലൂ ഒന്നും ഇല്ലാതാണ് ചെയ്തെടുക്കുന്നത്. ബട്ടർഫ്ലൈൻ്റെ ഇമേജസിന് വേണ്ടിയിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് സെർച്ച് ചെയ്യുന്നത്. എന്നിട്ട് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പേപ്പർ ഫുള്ളായിട്ട് ബട്ടർഫ്ലൈൻ്റെ പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. ഇനി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ബ്രഷ് പെൻസോ അല്ലെങ്കിൽ സ്കെച്ച് പെന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ വരച്ച പേപ്പർ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതായത് നമുക്ക് ഈ പ്രിൻറ്റ് ആ പേപ്പറിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പകുതി പേപ്പറിൽ വയലറ്റും പിങ്കും വരുന്ന രീതിയിലും ബാക്കി പകുതിയിൽ പിങ്ക്, യെല്ലോ, റെഡ് അങ്ങനെയൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ പേപ്പർ ഒന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ബ്ലാക്ക് മാർക്കർ എടുത്തിട്ട് ഇതിൽ ബട്ടർഫ്ലൈൻ്റെ പിക്ചേഴ്സ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് തന്നെ ഈ ബട്ടർഫ്ലൈൻ്റെ ബോഡിയും അതുപോലെ ചിറകും ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബോർഡറൊക്കെ വരുന്ന ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതേ ഓരോന്നിനെയും ഇതേപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ആ പിക്ചർ മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗ്ലിറ്റർ പെൻസ് എടുത്തിട്ട് ഇതിൻ്റെ വിങ്സിൻ്റെ മേലെയൊക്കെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ലൈന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഷൈനിങ് ഉണ്ടാവും. ഇനി ഒരു സ്റ്റിക്കർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ സ്റ്റിക്കർ പേപ്പറാണ്. അതിലേക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഒട്ടിച്ചു കൊടുക്കാം. അത്രയല്ലേ നമ്മളുടെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ